കേരള സർവകലാശാലയിലെ അധികാരത്തിൽ വ്യക്തത വരുത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്പൽ. സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഓൺലൈൻ യോഗത്തിൽ നിന്ന് VC ഒഴിവാക്കി. സസ്പെൻഷനിലുള്ള രജിസ്ട്രാറെ പങ്കെടുപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് VC സ്വീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, വളരെ കൃത്യമായി VC നിലപാട് എടുത്തിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ നിർദ്ദേശങ്ങളൊക്കെ, ഉത്തരവുകളൊക്കെ മറികടന്നുകൊണ്ട് രജിസ്ട്രാർ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വ്യക്തത വരുത്തിക്കൊണ്ട് വൈസ് ചാൻസലറുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള, നാട്ടിലെ കോളേജുകളിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യോഗമാണ് ഇന്നത്തെ ദിവസം ഓൺലൈനായി ചേർന്നത്. ഈ യോഗത്തിലാണ് VC മോഹൻ കുന്നുമേൽ രജിസ്ട്രാറായ അനിൽകുമാറിനെ പങ്കെടുപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഇത് വന്നിരിക്കുന്നത്. അനിൽകുമാർ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല എന്നാണ് VC വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ എന്തിനാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്നൊരു ന്യായമായ കാര്യം തന്നെയാണ് VC ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് VC ഈ യോഗത്തിൽ നിന്ന് രജിസ്ട്രാറെ പങ്കെടുപ്പിക്കാതെ ആ ഒരു യോഗം നടത്തിയതെന്നാണ് VCയുടെ ഇതിൽ നിന്നുള്ള മറുപടിയായി നമുക്ക് ലഭിക്കുന്നത്. വിദേശത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾ കേരളത്തിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ്, ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് രജിസ്ട്രാറെ പങ്കെടുപ്പിക്കാത്തൊരു തീരുമാനം ഉണ്ടായത്. മുൻപും സമാന രീതിയിൽ രജിസ്ട്രാർ ഔദ്യോഗികമായി പദവിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ താക്കോൽ തിരികെ നൽകാൻ അദ്ദേഹം ഒരു വിസമ്മതം കാണിച്ചിരുന്നു. അതിന് താൽക്കാലിക രജിസ്ട്രാറായി ചുമതലയേറ്റ മിനി കാപ്പൻ പറയുകയുണ്ടായി, തന്റെ ഉദ്യോഗസ്ഥരോട്, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനോട് ഈ രജിസ്ട്രാർ അനിൽകുമാറിന്റെ വണ്ടിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ താക്കോൽ നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അനിൽകുമാറിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ താക്കോൽ തൽക്കാലത്തേക്ക് നൽകാനാകില്ല എന്നൊരു നിലപാടാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു താൽക്കാലികമായി ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു ഉദ്യോഗസ്ഥനെ ഒരിക്കലും തന്നെ ഒരു ഓൺലൈനായി അല്ലെങ്കിൽ ഏതൊരു യോഗത്തിലും പങ്കെടുപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു തീർച്ചയായ ഒരു കട്ടായം പോലെ തന്നെയാണ് VC ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ശരിയായ ഒരു നിലപാട് തന്നെയാണ് VC ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നത്. നീലിമ. ശ്രീനന്ദയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.